നമസ്കാരം. ആരണ്യവിഷൻ ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് തേനീച്ച വളർത്തൽ, അതിൻ്റെ പരിപാലനത്തെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകനും തേനീച്ച കർഷകനുമായ ശ്രീ ചിറ്റാർ ആനന്ദൻ വിവരിക്കുന്നതാണ്. നമുക്ക് ഈ തേനീച്ചകളുടെ പരിപാലനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഇത് വിശദമായി നമുക്ക് പറയണമെങ്കിൽ ചില മണിക്കൂറുകൾ വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഷീറ്റ് ഇങ്ങനെ ഇടുന്നത് സത്യം മഴ നനയാതിരിക്കാൻ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്. നമ്മളെ ഒരു തേനീച്ചക്കൂടിനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും തേനീച്ചക്കൂടിൻ്റെ ഈ മുൻഭാഗത്ത് അതിൻ്റെ വാതിലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അതിൻ്റെ പരിപാലന പ്രവൃത്തിയിലേക്ക് നമ്മൾ കടക്കരുത്. ഈ ഇപ്പോൾ വാതിൽ എപ്പോഴും നമുക്ക് ഒരു കിഴക്കോട്ട് ഒരു ദർശനം വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതായത് സൂര്യപ്രകാശം, അതുപോലെ തന്നെ ഈച്ചയ്ക്ക് പറന്നു പോകാനുള്ള സൗകര്യം. ഇപ്പോൾ കിഴക്കോട്ടല്ലേ തന്നെ പ്രശ്നമില്ല, പക്ഷേ ഈച്ചയ്ക്ക് പറന്നു പോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇതപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം, ഈ ഒരു തേനീച്ച കൂട്ടിൽ ഇതിന് ഒരു പലകയുണ്ട്. അടിയിലൊരു പലകയുണ്ട്. പിന്നീട് കണ്ടോ, അടിയിലൊരു പലക, അതിൻ്റെ മുകളിലായിട്ട് ഉള്ളത് ആണ് ഇത് ബ്രൂഡ് ചേമ്പറാണ്. അതായത് ഇത് പുഴുവടയായിരിക്കും, പുഴുവടയാണ്. ഇത് ഹണി ചേമ്പറാണ്. ഇതിലായിരിക്കും തേൻ വെക്കുന്നത്. കണ്ടോ, ഇതാണ് ഒരു പെട്ടി. ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേനീച്ച കൂട്ടിൽ ഒരു 50,000 ഈച്ചയെങ്കിലും കാണും. ഇതിനകത്ത് ഇപ്പോൾ 50,000 ഈച്ചകളില്ല. ഇതിൽ നമ്മൾ ഏറ്റവും മോശപ്പെട്ട അട നമ്മളെടുത്ത് മാറ്റുന്നത് എപ്പോഴും നന്നായിരിക്കും. അതുകൊണ്ടിപ്പോൾ നമുക്ക് മോശപ്പെട്ട അട വേണമെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം. എപ്പോഴും ഇത് നമ്മളിങ്ങനെ കൈകാര്യം ചെയ്യുമ്പോഴേ ഒരു മുഖാവരണം അണിയുന്നത് നല്ലതാണ്. മുഖാവരണം ഇവിടെ ഉണ്ട്. മുഖാവരണം നമുക്ക് വാങ്ങാൻ കിട്ടും. ആ മുഖാവരണം അണിഞ്ഞാൽ മുഖത്ത് കുത്തു കൊള്ളാതെ ഇരിക്കും. നമുക്ക് 1, 2, 3 കുത്തു കൊണ്ടാലും ഒന്നും വിഷയമില്ല. അഥവാ ഒരു കുത്തു കൊണ്ടാൽ ഒരു 8, 10 കുത്ത്, ആദ്യമൊക്കെ 1, 2 കുത്ത് കൊണ്ട് ആദ്യമൊക്കെ നീര് വെക്കും. പക്ഷെ കുറേ ദിവസം കഴിയുമ്പോഴേക്കും ഈ നീര് നമുക്ക് ശരീരത്ത് ഉണ്ടാകില്ല. നമ്മുടെ ശരീരം അതിനെ ഓവർകം ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കുത്ത് കൊള്ളാതിരിക്കുക. കാരണം ഒരു ഈച്ച കുത്തുമ്പോൾ ആ ഈച്ച മരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് കഴിവതും നമ്മൾ ഈച്ചകളുടെ കുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതിനാണ് മുഖാവരണം നമുക്ക് അണിയാം. പിന്നെ ഈച്ചയെ നോവിക്കാതിരിക്കുക. ഒരു ഈച്ച കൂട് തുറക്കുന്നുണ്ടെങ്കിൽ ഈച്ച ഓവറായിട്ട് ഇളകുകയും ഒരു ഈച്ച കുത്തുന്നു തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് കുത്തു കൊള്ളാൻ നിൽക്കുക, നമ്മൾ മാറിയതിന് ശേഷം ഈച്ച ഒന്ന് സമാധാനമായി കഴിയുമ്പോഴും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് സമീപിക്കാവും. ഇങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഈച്ചയായിട്ട് നമ്മൾ പരിപാലനത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഈച്ച സാധാരണ അധികം ഒന്നും കുത്താറില്ല. പിന്നെ ചില സമയത്ത് അത് ഈച്ചയ്ക്കും ഈ ഉദാഹരണം ഈ പൂക്കളൊന്നും അധികം ഇല്ലാത്ത മാസങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ അതിന് ആക്രമണ സ്വഭാവം പൊതുവെ കൂടുതലായിരിക്കും. ഇല്ലേ, ആണീച്ച കൂട്ടിലുള്ള സമയത്ത് പൊതുവെ അങ്ങനെ ആക്രമിക്കാറുണ്ട്. പിന്നെ ഈച്ചയ്ക്ക് പൊതുവെ നോവുമ്പോഴാണ്, വേദനിക്കുമ്പോഴായിരിക്കും ഈച്ച കുത്തുക. അപ്പോൾ ഒരു ഈച്ച നമ്മുടെ ദേഹത്തോടൊന്ന് പറ്റിയ ഉടനെ അതിനെ നമ്മൾ തൂക്കാൻ ശ്രമിക്കേണ്ട. അത് പറന്നു പോകും. അഥവാ ഒന്ന് കുത്തി കഴിയുവാണെങ്കിൽ നമ്മൾ പോയി ഉടനെ തന്നെ അത് കൈ കഴുകിക്കളയണം. അല്ലെങ്കിൽ ഇല എന്തെങ്കിലും ഒടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ മണം മാറണം. ആ മണം ആശ്രയിച്ച മറ്റ് ഈച്ചകളും കുത്താനുള്ള സാധ്യത കൂടുതലാണ്. അത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് നമുക്ക് ഈ ഒരു അട അങ്ങ് എടുത്ത് മാറ്റാം. തൽക്കാലം നമുക്കൊരട എങ്ങനെ മാറ്റാം. ഇത് പഴയ അടയ്ക്കകത്ത് തേനീച്ചകൾ കൂട് കൂട്ടത്തില്ല. ഇതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനൊരു കാര്യമുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഈ പെട്ടിയുടെ ഇതുപോലുള്ള സൈഡുകൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് കണ്ടോ, ആ വേസ്റ്റുകൾ കാണും, അത് തൂത്ത് കാണും. ആ വേസ്റ്റ് മീൻസ് അതായത് പഴയ അട ദ്രവിച്ചിട്ട് അവിടെ പുഴു ഉണ്ടാവും. ചിത്രശലഭങ്ങൾ മുട്ടയിടുകയും ചെയ്യും. അങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ പുഴു കയറിയിട്ട് ആ കൂട് മുഴുവൻ ചീത്തയാവും. അങ്ങനെ നശിച്ചു പോയ ഒരു കൂട് ഞാൻ കാണിക്കും. അപ്പോൾ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളായത്. നമ്മളതുകൊണ്ട് 8 ദിവസമെങ്കിലും കൂടുമ്പോൾ ഈ എൻ്റെ ഈ അടിഭാഗം കണ്ടോ, പുഴുവും കണ്ടോ, ഒരു കറുത്ത പാറ്റയും കണ്ടോ. അപ്പോൾ ഇത് കൂടെ 8 ദിവസമെങ്കിലും വൃത്തിയാക്കാത്തവരുടെ കൂടിന് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത്. കണ്ടോ, ഈ അടയെല്ലാം പോയി. ഇത് ഈച്ച എന്നിട്ട് കൂട് ഉപേക്ഷിച്ച് പോവും. പക്ഷേ അതിൽ
അല്പം ശ്രദ്ധിച്ചാൽ മതി. ഈ കൂടെ പോകാൻ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സീസണായി വരുമല്ലേ, സീസണായി വരുമ്പോഴേക്കും റാണി ഈച്ചയ്ക്ക് മുട്ടയിടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. കാരണം റാണി ഈച്ചയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, റാണി ഈച്ച അതിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇണചേരുക. അത് റാണി ഈച്ച ഉയർന്നു പറക്കുമ്പോൾ റാണി ഈച്ചയുടെ അതേ ഉയർന്നു പറക്കാൻ ശക്തനായിട്ടുള്ള ആണീച്ചയായിട്ടും ആയിരിക്കും അത് ഇണചേരുക. അങ്ങനെ ആ ഇണചേർന്ന് കഴിഞ്ഞ ഉടനെ തന്നെ ആ ആണീച്ച മരിച്ചു വീഴും. അങ്ങനെ 1-2 ആണീച്ചയുമായി 2-3 ആണീച്ച ഇണചേരുന്നു. ആ 2-3 ഈച്ചയും മരിച്ചു പോകും. അതിനുശേഷം അത് പറന്ന് നമ്മുടെ കൂട്ടിലേക്ക് വരിക. പിന്നെ അത് പറന്നു പോകുന്നില്ല. പിന്നെ അത് മുട്ടയിടുകയാണ്. മുട്ടയിട്ട് പിന്നെ ഈ മുട്ടയിടാൻ നല്ല അറകൾ വേണം. പഴയ അടയിൽ റാണി ഈച്ച മുട്ടയിടില്ല. അതുകൊണ്ട് ചെയ്യാനുള്ളത് നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരുന്നു. ഇതിലെ പഴയ അട നമുക്ക് മാറ്റണം. പഴയ അട മാറ്റുകയും ഒപ്പം തന്നെ തേൻ സംഭരിക്കാനുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ലായനി ഇതിലേക്ക് കൊടുക്കണം. പഞ്ചസാര ലായനി, അതായത് 1 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 3/4 ഗ്ലാസ് വെള്ളം. അങ്ങനെയാണ് പഞ്ചസാര ലായനി. ഒരു പൊടിയോ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നത് നന്നായിരിക്കും. അങ്ങനെയാണ് ഒരു 8 ദിവസം കൂടുമ്പം ഈ കൂട്ടിലെ ഈ കൂട് നമ്മൾ വൃത്തിയാക്കുകയും, ഞാൻ ഈ കാണിച്ച പോലെ സൈഡ് വൃത്തിയാക്കിയാൽ മതി. മുൻവശം വൃത്തിയാക്കേണ്ട, പക്ഷേ ബാക്ക് വശവും ഈ ഇരുവശങ്ങളും നമ്മൾ തുണിയോ എന്തെങ്കിലും എടുത്ത് അത് തൂത്ത് വൃത്തിയാക്കി എടുക്കണം. ഇതെടുത്ത് മാറ്റി സ്റ്റൂളിലോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. അത് ചെയ്യണം. ഒപ്പം തന്നെ 8 ദിവസം കൂടുമ്പോഴും ഇതിൽ പഞ്ചസാര ലായനി കൊടുക്കണം. ഈ കൂട്ടിൽ പഞ്ചസാര ലായനി കൊടുത്തിട്ടുള്ളത് അതെല്ലാം ഈ ചെത്തേണ്ട കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചസാര ലായനി അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരടപ്പിൽ വെക്കാം. ഒപ്പം തന്നെ ഇത് പഞ്ചസാര ലായനി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പിന്നെ കയറോ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റോ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഈച്ച ഈ ലായനിക്കകത്ത് വീണ് മരിച്ചു പോകും. അതുകൊണ്ടാണ് ഇതുപോലെ എന്തെങ്കിലും നെറ്റോ അല്ലെങ്കിൽ കമ്പോ കയറ് ചുറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഈച്ചയെല്ലാം മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടാകും. ഇതാണ് ഒരു ഈച്ച കുത്തുന്നത് കണ്ടോ? അത് ഒരു ഈച്ച കുത്തുക. ഇതിൻ്റെ ആണി കണ്ടോ? ഇതിൻ്റെ അങ്ങ് എടുത്ത് കളയണം. ഇതിങ്ങനെ വെച്ചിരിക്കരുത്. ആണി എടുത്ത് കളയണം. അല്ലെങ്കിൽ ഇത് നമുക്ക് ദോഷം ചെയ്യും. ആണി അങ്ങനെ നമുക്ക് ശരീരത്തിൽ തന്നെ അങ്ങനെ വെക്കരുത്. ആ ആണി അങ്ങ് എടുത്ത് കളയണം. എന്നിട്ട് ഇല എന്തെങ്കിലും എടുത്ത് തൂക്കണം. അഥവാ നമുക്ക് ഈ മുക്കുറ്റിയില്ലേ, അഥവാ ഒരുപാട് തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ നമ്മളെ മുക്കുറ്റി ഉണ്ട്. ഈ മുക്കുറ്റി എടുത്ത് അരച്ചിട്ട് 4-5 മുക്കുറ്റി എടുത്ത് അരച്ചിട്ട് വെണ്ണ നെയ്ക്കകത്ത് ചാലിച്ച് നമ്മളിവിടെ ഈ കുത്തേറ്റ ഭാഗത്ത് പുരട്ടുകയോ അകത്ത് കഴിക്കുകയോ ചെയ്താൽ മതി. തേനീച്ച കുത്തിൻ്റെ മാത്രമല്ല, അതുപോലെ സമാനമായിട്ടുള്ള ഏത് ജീവി കുത്തിയാലും അതിന് നല്ലൊരു പ്രതിവിധിയാണ്, നല്ലൊരു ദിവ്യ ഔഷധമാണ് ഈ മുക്കുറ്റി. ഇനിയും വെണ്ണ നെയ്യ് കിട്ടുന്നില്ല, നെയ്യാണെന്നെങ്കിലും മതി. ആ നെയ്ക്കകത്ത് ചാലിച്ച് അകത്തല്പം കഴിക്കുക. ഈ കുത്തിയ ഭാഗത്ത് പുരട്ടുക. അങ്ങനെ നമുക്ക് ആ വിഷയം പരിഹരിക്കുക. തേനീച്ചക്കുന്ന് രക്ഷപ്പെടാവുന്നതാണ്. അപ്പോൾ ഇത് ആണ് നമുക്ക് ചെയ്യാനുള്ള ഒരു സാധാരണ ഒരു പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നീട് ഈ കൂട്ടിൽ ഒരു സ്ട്രെങ്ത് ആയി കഴിയുമ്പോഴേക്കും ഈ അടപ്പിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഈച്ച ധാരാളം കൂടും. ആ സമയത്തേക്കിനും അതുപോലെ ആണീച്ച കൂട്ടിൽ ഉണ്ടാവുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ കൂട് വിഭജിക്കണം. ഈ ഒരു കൂടിനെ 2ആയി വിഭജിക്കണം. ഈ വിഭജിക്കുന്ന വിഷയം അത് പിന്നീട് കൂട് വിഭജിക്കുന്ന ഒരു സമയത്ത് ഞാൻ കാണിക്കാം. ഇപ്പോൾ പ്രധാനമായും ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. തേനീച്ച വളർത്തലിനെക്കുറിച്ച് ഇത്രയും വിശദമായി നമുക്ക് പറഞ്ഞു തന്ന ശ്രീ ചിറ്റാർ ആനന്ദൻ സാറിന് നന്ദി. അതോടൊപ്പം ഇതുപോലെയുള്ള വീഡിയോ ഞങ്ങൾ ഇനിയും ചെയ്യും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമസ്കാരം. നന്ദി.